നമസ്കാരം. ഇലക്ഷൻ വളരെ സജീവമായി വരുന്നു. സ്ഥാനാർത്ഥികളുടെ പേരുകൾ വരുന്നു. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വിഷയം. അത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കാര്യമൊന്നുമല്ല. പാർട്ടിക്ക് ആരെ ഇഷ്ടമുള്ളവരെ നിർത്താം, നിർത്താതിരിക്കാം. അത് പാർട്ടിയുടെ തീരുമാനം. അവർ പോളിറ്റ് ബ്യൂറോയെ നിർത്താം, കേന്ദ്ര കമ്മിറ്റിയെ നിർത്താം, സംസ്ഥാന കമ്മിറ്റി നിർത്താം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർത്താം, ജില്ലാ കമ്മിറ്റി നിർത്താം, സ്വതന്ത്രം, അതൊക്കെ പാർട്ടിയുടെ കാര്യം. പക്ഷേ പൊതുരംഗത്ത് പൊതുവായി ആളുകൾ തിളങ്ങി വരുന്ന രാഷ്ട്രീയ നേതാക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റുന്നത് വലിയ പകയാണ്. ഇവിടെ പിണറായിയുടെയും കണ്ണൂർ ജില്ലയിലെ ഗോവിന്ദമാഷിൻ്റെയും കുറച്ചുപേരുടെയും പക വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് കെ ശൈലജ ടീച്ചറിൻ്റെ പേരിലാണ്. ശ്യാമള എന്ന് പറയുന്ന പി.കെ. ശ്യാമള എന്ന് പറയുന്ന ഗോവിന്ദമാഷിൻ്റെ ഭാര്യയ്ക്ക് തളിപ്പറമ്പിൽ സീറ്റ് കൊടുക്കുന്നതിൽ പാർട്ടിക്കാരും ആളുകളും എതിർത്തിട്ടും ധാരാളം സോഷ്യൽ മീഡിയയിൽ എതിർപ്പ് വന്നിട്ടും അവർ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്നു. അവരിരുന്നപ്പോഴാണ് അവിടെ വലിയ ഒരു ഒരു വ്യവസായിയുടെ മരണം നടന്നത്. ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ കെ ശൈലജയെ പോലെ അത്യാവശ്യം പെർഫോമൻസ് കാണിച്ചിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയെ അവർക്ക് സീറ്റ് കൊടുക്കാതെ പേരാവൂരിൽ അവർ വളരെ അതിവൈകാരികമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസാരിച്ചപ്പോൾ കരയണ്ട കുഞ്ഞെ നിനക്ക് പേരാവൂർ തരാം എന്ന് പറഞ്ഞ് വളരെ വളരെ ഗുരുതരമായി. പേരാവൂർ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വലിയ അപ്പർ ഹാൻഡുള്ള സ്ഥലമാണ്. മാത്രമല്ല മത്സരിക്കുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന ധാരാളം ക്രിസ്ത്യൻ വോട്ടുകളുള്ള പേരാവൂരിലേക്ക് കെ ശൈലജയെ കൊണ്ടുപോയാൽ മറ്റൊരു നേർച്ചക്കോഴിയായിരിക്കും. കൃത്യമായി വലിയ മത്സരമായിരിക്കും അവിടെ നടക്കുന്നത്. അവിടെ നല്ല ടൈറ്റ് മത്സരം ഉണ്ടാക്കാൻ ശൈലജ ടീച്ചറിന് കഴിയും. പക്ഷേ ജയിച്ചില്ലെങ്കിൽ ഇതോടുകൂടി ശൈലജ ടീച്ചറിൻ്റെ പൊളിറ്റിക്കൽ കരിയർ, അതായത് പാർലമെൻ്ററി പൊളിറ്റിക്കൽ കരിയർ വലിയ ചോദ്യചിഹ്നമായി തന്നെ മാറും. MP ആയി മത്സരിച്ച് വടകരയിൽ ഷാഫി പറമ്പിലിനോടൊപ്പം തോറ്റ് തുന്നമ്പാടി ഒരു കൊച്ചു ചെറുപ്പക്കാരനോടൊപ്പം, അതും പാലക്കാട് നിന്ന് പോയ ചെറുപ്പക്കാരനോടൊപ്പം വടകരയിൽ കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ അവർ തോറ്റ് തുന്നമ്പാടി. ഇനി പേരാവൂരിലും പോയി കൂടെ തോറ്റാൽ പിന്നെ അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാവും. അതുതന്നെയാണ് പിണറായിയുടെ ലക്ഷ്യം. രണ്ടാം നേതാവായി അവർ ഉയർന്നു വരരുത്. വന്നാലും അവർക്ക് നിർത്തിയില്ല എന്ന് വരാതിരിക്കാൻ വേണ്ടി, പൊതുസമൂഹത്തിൽ നിന്ന് എതിർപ്പ് വരാതിരിക്കാൻ വേണ്ടി പണ്ട് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ടതുപോലെ പിന്നെ നമുക്ക് ആലോചിക്കാം ആരാ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു രീതിയിൽ പിണറായി ഇപ്പോൾ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ, അതുപോലെ തന്നെ തോമസ് ഐസക്കിന് സീറ്റ് നിഷേധിച്ചു. തോമസ് ഐസക്കിന് സീറ്റില്ല. ഇനിയിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ കിട്ടിയാൽ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ സീറ്റില്ല. പാവപ്പെട്ട അയാളെ അദ്ദേഹത്തെ ചുമ്മാ തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആവശ്യമില്ലാത്ത PR വർക്ക് നടത്തി, കുറേ ശിങ്കടികളുമായിട്ട് PR വർക്ക് നടത്തി നടക്കുകയാണ്. കഷ്ടമാണ്. അദ്ദേഹം ഒരു ധനകാര്യ ശാസ്ത്രജ്ഞനാണ്. പിന്നെ കയറിലാണ് അദ്ദേഹം PhD ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പരിഷത്തിൻ്റെ വലിയ ആളായിരുന്നു. അതുപോലെ നന്നായി എഴുതുന്ന ആളാണ്, പുസ്തകങ്ങളുണ്ട്. ധനകാര്യമന്ത്രിയായി നല്ലൊരു പെർഫോമൻസ് ഒക്കെ നടത്തിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തെ കൊല വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ MM മണിയെ പോട്ടെ, അത് പിന്നെ അദ്ദേഹം വയസ്സായി, അദ്ദേഹത്തിന് ഷുഗർ മാത്രമേ ഉള്ളൂ. ഷുഗർ കൂടുമ്പോൾ നാവ് കുഴയുകയും ചെയ്യും, എന്തെങ്കിലും തെറി വിളിച്ച് പറയും. അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കുഴപ്പം. അതേസമയം തോമസ് ഐസക്കിന് എന്താണ് ഹെൽത്ത് ഇഷ്യൂ? ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. പക്ഷേ MA ബേബി മിണ്ടുന്നില്ല. കാര്യം MA ബേബി മിണ്ടിയാൽ MA ബേബിയുടെ കൊങ്ങയ്ക്ക് കയറി പിണറായി പിടിക്കും. അതുകൊണ്ട് MA ബേബി മിണ്ടുന്നില്ല. ശൈലജ ടീച്ചർ കരഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് അതിവൈകാരികമായി കണ്ടമിടറി സംസാരിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പേരാവൂർ മത്സരിക്കൂ. ഇവിടെ മട്ടന്നൂരിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. മട്ടന്നൂർ CK സിനോജ് എന്ന് പറയുന്ന DYFIയുടെ സംസ്ഥാന നേതാവ് മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ് മട്ടന്നൂരിനെ DYFIക്ക് കൊടുക്കുമ്പോൾ, പേരാവൂരിനെ ശൈലജ ടീച്ചറിന് കൊടുക്കുമ്പോൾ എൻ്റെ സംശയം മട്ടന്നൂർ നഷ്ടമാകുമോ പേരാവൂർ നഷ്ടമാകുമോ? സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂർ സണ്ണി ജോസഫ് ജയിക്കുകയും ശൈലജ ടീച്ചറിന് സീറ്റ് കൊടുത്തില്ല എന്നുള്ള കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വോട്ട് ചെയ്ത് CK സനോജിനെ തോൽപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ട പ്രതികാരം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ശൈലജ ടീച്ചർ ഒരു അപഹാസ്യത കഥാപാത്രമാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ നല്ലതല്ല. അവർ ഒരു വനിത എന്നുള്ള നിലയിൽ അവർ KR ഗൗരിയമ്മയും സുശീല ഗോപാലനും കഴിഞ്ഞാൽ വളരെ മനോഹരമായി ഉയർന്നു വന്ന ഒരു വനിതയാണ്. PK ശ്രീമതി ടീച്ചർ ഇതുപോലെ വന്നതാണ്. പക്ഷേ അവരെ ഒതുക്കി കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് അവരെ കൊല വിളിച്ച് കേരളത്തിൽ നിന്ന് മാറ്റി. അതെല്ലാം കുടിപ്പകയുടെയും വേറെ ഒരുപാട് വിഷയങ്ങളാണ്. ഇതൊക്കെ ചർച്ച ചെയ്താൽ നമുക്ക് ഭ്രാന്ത് വരും. അതുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യാൻ പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടത്
ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് മനോഹരം. എന്തായാലും ശൈലജ ടീച്ചർ കൃത്യമായവർ ദുഃഖിതയാണ്. അവരെ നേർച്ചക്കോഴിയാക്കിയിരിക്കുകയാണ് കണ്ണൂരിലേക്ക്. അവർ എന്തായാലും പേരാവൂരിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചാൽ ടീച്ചർ മട്ടന്നൂരിൽ അല്ലെങ്കിൽ മത്സരിക്കാൻ പോകരുത്. നിങ്ങൾ മത്സരിച്ചില്ല എന്ന് വിചാരിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇടതുപക്ഷം വന്നാലും നിങ്ങളെ മന്ത്രിയാക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത്? ഭാവിയിൽ മത്സരിക്കാം. നിങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഇരുന്ന് പോളിറ്റ് ബ്യൂറോയിലൊക്കെ കയറി പാർട്ടി കാര്യങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് വരാൻ പിണറായിയുടെ കാലം കഴിയും. നിങ്ങൾ കുറച്ചുകൂടെ ചെറുപ്പമാണല്ലോ. പ്രായം നോക്കുക, പിണറായിയേക്കാൾ നോക്കുമ്പോൾ ചെറുപ്പമാണ്. പിണറായി ആയിരിക്കും ആദ്യം മരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം. കാര്യം പ്രായം കൂടിയ ആൾ ആദ്യം മരിക്കുന്നത് പറയുന്നിടത്ത് വിഷയമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ താങ്കൾക്ക് മുഖ്യമന്ത്രിയാകാം. ഇനി താങ്കൾ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ടല്ലാതെ താങ്കൾ മത്സരിക്കരുത്. ശൈലജ ടീച്ചറെ മത്സരിച്ചാൽ നിങ്ങളെ പേരാവൂരിൽ തോൽപ്പിക്കും. സംഘടിതമായി സണ്ണി ജോസഫിൻ്റെ കൂടെ ആകുമ്പോൾ തോൽപ്പിച്ചാൽ അത് കോൺഗ്രസിൻ്റെ കെയർ ഓഫിലിരിക്കും. സഹാക്കളെല്ലാം കൂടി സണ്ണി ജോസഫിന് വോട്ട് കൊടുക്കുകയും സണ്ണി ജോസഫ് ജയിക്കുകയും അങ്ങനെ നിങ്ങളെ കൃത്യമായി മൂലക്കിരുത്താനുള്ള പാർലമെൻ്ററി കരിയറിൽ നിന്ന്, ഡെവലപ്മെൻറ്റിൽ നിന്ന്, അല്ലെങ്കിൽ പാർലമെൻ്ററി രംഗത്തു നിന്ന് നിങ്ങളെ ഒതുക്കി കൂട്ടിനകത്ത് കയറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കും. അതിൽ പാർട്ടി വിജയിക്കും. പാർട്ടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ക്രൂരതയുണ്ട്. അതൊരു മനോരോഗം പോലെ പാർട്ടിയെ എല്ലാ കാലവും പിന്തുടർന്നിട്ടുണ്ട്. കെ.ആർ. ഗൗരിയമ്മയെ ഒതുക്കിയ കഥ, സുശീല ഗോപാലിനെ പോലുള്ളവരുടെ കഥ, പിന്നെ അച്യുതാനന്ദനെ ഒതുക്കി ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി അല്ല എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും അച്യുതാനന്ദൻ അനുയായികളും സമരം നടത്തി അവസാനം അച്യുതാനന്ദനെ കൊണ്ടുവന്ന കഥ, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ വളരെ പിന്നെ എം വി രാഘവനെ കൊന്ന കഥ, ടി പി ചന്ദ്രശേഖരനെ ഭൗതികമായി 51 വെട്ടി കൊന്ന കഥ, കെ രമ വേറൊരു പാർട്ടിയിൽ പോയി RMPയിൽ പോയി MLA ആയ കഥ, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ വളരെ രസകരമായ ഒരു കൗതുകമാണ്. എന്നിട്ട് സ്ത്രീ നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം, വനിതാ മതിൽ, സ്ത്രീകളുടെ മൊത്തം കുത്തകയും അടങ്കലും ഞങ്ങളാണ് എടുത്തിരിക്കുന്നത്, വേറൊരു മനുഷ്യൻ ഇതിൽ തുടരുത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടും CPM കൊണ്ടു നടക്കാറുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷനും അതുപോലുള്ള സംഘടനകളും ഇപ്പോൾ എന്ത് പറയുന്നു ശൈലജ ടീച്ചറിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ നിങ്ങൾ പറയണ്ടേ? ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് എന്തുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിങ്ങളൊരു സ്വതന്ത്ര സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല? നിങ്ങളും അടിമകളാണോ? തീർച്ചയായിട്ടും ശൈലജ ടീച്ചറിനെ നേർച്ചക്കോഴിയായി സണ്ണി ജോസഫിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തത് ഒരിക്കലും ശരിയായില്ല. അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള സ്ഥലമാണ്. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് പേരാവൂർ. അവിടെ കൊണ്ടുപോയി നേർച്ചക്കോഴിയായി ശൈലജ ടീച്ചറെ നിർത്തിയത് കൊലയ്ക്ക് കൊടുക്കാൻ തന്നെയാണ്, അതിനെ ബലി കൊടുക്കാൻ തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ ടീച്ചറിൻ്റെ ചോര കുടിക്കാൻ CPM ഇപ്പോഴും ദാഹിക്കുന്നത്?